നമസ്കാരം. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് റീചാർജ് നിരക്കുകൾ വിവിധ കമ്പനികൾ വർദ്ധിപ്പിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2024 ജൂലൈയിൽ ഒറ്റയടിക്ക് മൊബൈൽ റീചാർജ് നിരക്കുകൾ കൂട്ടിയതിൻ്റെ ആഘാതത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. എന്നാൽ ഇതാ സാധാരണക്കാരുടെ നെഞ്ചത്തടിച്ച് ഇന്ത്യയിലെ വൻകിട ടെലികോം കമ്പനികൾ വീണ്ടും റീചാർജ് നിരക്കുകൾ കുത്തനെ ഉയർത്താൻ പോകുന്നു. റിലയൻസ്, ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നിവർ അടുത്ത കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളിൽ 12% മുതൽ 15% വരെ, ചിലപ്പോൾ 20% വരെയും വർധനവ് വരുത്താൻ തയ്യാറെടുക്കുകയാണ് അണിയറയിൽ. എന്തുകൊണ്ടാണ് കമ്പനികൾ നിരന്തരം ഇങ്ങനെ വില കൂട്ടുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? സാധാരണക്കാരെ നമുക്ക് ഇതിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. എന്തിനാണ് ഈ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: കമ്പനികൾക്ക് ലാഭം കൂട്ടണം. ARPU അനുസരിച്ച്, അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ അനുസരിച്ച്, ഒരു ഉപഭോക്താവിൽ നിന്ന് കമ്പനിക്ക് പ്രതിമാസം ലഭിക്കുന്ന ശരാശരി വരുമാനം നിലവിൽ വളരെ കുറവാണെന്നാണ് കമ്പനികളുടെ വാദം. ഇത് 2027 സാമ്പത്തിക വർഷത്തോടെ 300 രൂപയിൽ എത്തിക്കുക എന്നതാണ് ജിയോയുടെയും എയർടെല്ലിൻ്റെയും പ്രധാന ലക്ഷ്യം. അതായത് എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ നിന്ന് മിനിമം 300 രൂപയെങ്കിലും ഒരു മാസം അവർക്ക് ലഭിച്ചിരിക്കണം. മാത്രമല്ല, ഇന്ത്യയിലുടനീളം 5G ടവറുകൾ സ്ഥാപിക്കുന്നതിനായി കമ്പനികൾ കോടിക്കണക്കിന് രൂപയാണ് ഇതുവരെ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകളും 2Gയിൽ നിന്ന് 4Gയിലേക്കും 5Gയിലേക്കും മാറിയതുകൊണ്ട് പുതിയതായി വരിക്കാരെ ചേർത്ത് വരുമാനം ഉണ്ടാക്കുക എന്നത് കമ്പനികൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിലവിലുള്ള ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ കൂടുതൽ പണം ഈടാക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. മുൻപ് എല്ലാവർക്കും സൗജന്യമായി അൺലിമിറ്റഡ് 5G നൽകിയിരുന്ന കമ്പനികൾ ഇപ്പോൾ പ്രതിദിനം 2 GB മുകളിൽ ഡാറ്റ നൽകുന്ന വില കൂടിയ പ്ലാനുകളിൽ മാത്രം അൺലിമിറ്റഡ് 5G ചുരുക്കി വച്ചിരിക്കുകയാണ്. കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നവർ കൂടുതൽ പണം നൽകുക എന്ന തന്ത്രമാണ് അവരിവിടെ പ്രയോഗിക്കുന്നത്. എന്നാൽ ഈ ഇരുട്ടടിക്കിടയിലും സാധാരണക്കാർക്ക് ചെറിയൊരു ആശ്വാസമായി വരുന്നത് നമ്മളുടെ സ്വന്തം BSNL ആണ്. BSNLനെ കുറിച്ച് പറയുമ്പോൾ പലരും എന്നോട് പിണങ്ങാനിടയുണ്ട്. കാരണം BSNLന്റെ പ്രവർത്തന രീതി നമുക്കത്ര സ്വീകാര്യമല്ല. സ്വകാര്യ കമ്പനികൾ വില കുറഞ്ഞ റീചാർജ് പ്ലാനുകൾ എടുത്തു കളഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ സിം കാർഡുകൾ BSNLിലേക്ക് പോർട്ട് ചെയ്തത്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2025 ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ഏകദേശം 1.4 മില്യൺ, അതായത് 14 ലക്ഷം പുതിയ വരിക്കാരെയാണ് BSNL സ്വന്തമാക്കിയത്. BSNL ഇപ്പോഴും 141 രൂപയ്ക്ക് പ്രതിദിനം 1.5 GB ഡാറ്റ നൽകുന്ന പ്ലാനുകൾ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ നിലനിർത്തിയിട്ടുണ്ട്. BSNLനെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി വലിയ സാമ്പത്തിക പിന്തുണയാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ഇന്ത്യ ഒട്ടാകെ 1 ലക്ഷം 4G ടവറുകൾ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഭാവിയിൽ ഇത് 5Gയിലേക്ക് എളുപ്പത്തിൽ മാറാൻ സാധിക്കും. അതിനാൽ അമിത വില അല്ലെങ്കിൽ അമിത ചാർജ് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് BSNL ഒരു മികച്ച ഓപ്ഷനായി മാറുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിലക്കയറ്റത്തിൽ നിന്ന് നമുക്കെങ്ങനെ പണം ലാഭിക്കാനാവും? വിപണിയിലെ സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന 3 പ്രധാന ഉപദേശങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായി, നിങ്ങൾ വാർഷിക പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതായത് ആനുവൽ പ്ലാനുകൾ തിരഞ്ഞെടുക്കുക. വിലവർധനവ് നിലവിൽ വരുന്നതിന് മുൻപായി 365 ദിവസത്തെ പ്ലാനുകൾ റീചാർജ് ചെയ്തു വച്ചാൽ ഒരു വർഷത്തേക്ക് പുതിയ വിലക്കയറ്റം നിങ്ങളെ ബാധിക്കില്ലല്ലോ. രണ്ടാമതായി, നിങ്ങളുടെ കയ്യിൽ ഒന്നിലധികം സിം കാർഡുകൾ ഉണ്ടെങ്കിൽ, ഡ്യുവൽ സിം ഫോൺ ആണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട നമ്പർ മാത്രം ആക്റ്റീവായി നിലനിർത്തുക. ഡാറ്റ ആവശ്യമില്ലാത്ത രണ്ടാമത്തെ സിമ്മിന് കേവലം കോളുകളും SMS-നുമായി മാത്രം ട്രായ് നിർദ്ദേശിച്ചിട്ടുള്ള വില കുറഞ്ഞ പ്രത്യേക വൗച്ചറുകൾ റീചാർജ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി മൂന്നാമതായി, വീടുകളിലോ ഓഫീസുകളിലോ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മൊബൈൽ ഡാറ്റയ്ക്ക് പകരം ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ വൈഫൈ കണക്ഷനുകൾ കൂടുതലായി ഉപയോഗിക്കാനും ശ്രമിക്കുക. തൽക്കാലം ഇത്രയൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാനാവും. എന്തായാലും ഇന്ത്യയിലെ മൊബൈൽ ഇന്റർനെറ്റ് ചെലവ് ഇനി പഴയതുപോലെ വിലക്കുറവിൽ ലഭ്യമാകില്ല എന്നതാണ് യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കേണ്ടത്. നിലവിൽ നിങ്ങൾ ഏത് കമ്പനിയുടെ സിമ്മാണ് ഉപയോഗിക്കുന്നത്? ഈ വിലക്കയറ്റം കാരണം നിങ്ങൾ BSNLിലേക്ക് വല്ലതും മാറാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബ അംഗങ്ങൾക്കും അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.